നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ്. ബ്രെയിൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ വീട്ടിൽ പോലും, ഞാൻ നിങ്ങളോടൊരു അറിയാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾ വീട്ടിൽ പോലും നമ്മൾ ഡെയിലി ആഹാരം കഴിക്കാനിരിക്കുന്ന ചെയർ പോലും മിക്കവാറും സെയിം ആയിരിക്കും. ആണോ അല്ലയോ? റീസൺ എന്താണെന്നറിയോ? അത്ര പോലും കൂടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ചെയറുകളോ ഇരിക്കുന്ന സ്ഥലങ്ങളോ കിടക്കുന്ന സ്ഥലങ്ങളോ എല്ലാം സെയിം സ്ഥലത്ത് തന്നെയായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ വളരെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അവരൊരിക്കലും ചേഞ്ച് ഇഷ്ടപ്പെടാത്തതാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ എന്ത് കാര്യം പുള്ളിക്ക് സ്ട്രെസ്സാണ്. പുതിയ ലോഡ് എടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി മടിയനായ ഒരു മെഷീനാണ്. പുതിയ ഒരു പരിപാടി പിടിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. എപ്പോഴും നമ്മളെ മുടക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു 2 ദിവസം നടക്കാൻ പോയി, 3-ാമത്തെ ദിവസം നമ്മൾ മടി പിടിക്കും, ഇരുന്ന് പോകും, ഹെൽത്തുകൾ പോയി വിട്ടേച്ച് പോകും. ഇതെല്ലാം അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിനിൻ്റെ മടി കാരണമാണ്. പുതിയ കാര്യം അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചെടുക്കണം. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കണം. കുട്ടികളൊക്കെ കാണിക്കാറുള്ള തെറ്റാണ്. അവർ വളരെ കഷ്ടപ്പെട്ട് പഠിക്കും. പഠിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോയിട്ട് അന്നേരം റീല് കാണും. ഇപ്പം പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന രജിസ്റ്റർ ചെയ്യണ 1 മണിക്കൂർ ടൈം കൊടുക്കും. 1 മണിക്കൂർ ഒന്നും ചെയ്യാതിരിക്കണമെന്നല്ല, ഉടനെ പുതിയ ഈ റീലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ബ്രെയിൻ ഇത് ക്യാപ്ചർ ചെയ്യാൻ ടൈമില്ല. അതിന് മുമ്പ് തന്നെ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകും. പ്രത്യേകിച്ച് ഇൻകംപ്ലീറ്റ് സ്റ്റോറികൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഭയങ്കര ലോഡാണ്. ബ്രെയിനെ മാത്രം മാനേജ് ചെയ്യാൻ പലർക്കും അറിയില്ല. ഈ ബ്രെയിൻ കുഞ്ഞു പ്രായത്തിൽ മുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒത്തിരി ഡേറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു മെഷീനാണ്. അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നതാണ്. ഈ ഓർഗനെ ഒന്നും പ്രോപ്പറായിട്ട് ആൾക്കാർ മാനേജ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്നും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും വളരെ, അതായത് ഞാൻ പറഞ്ഞ അൽഷിമേഴ്സ് പോലത്തെ രോഗത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തന്നെ ഈ എപ്പോഴും ബ്രെയിനിന് പുതിയ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുക എപ്പോഴും. അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർ ആവണമെങ്കിൽ ഏറ്റവും ആവശ്യം പുതിയ മേഖലകൾ, അറിയാൻ പാടില്ലാത്ത സ്കോപ്പുള്ള ഫ്യൂച്ചറുള്ള പുതിയ മേഖലയെക്കുറിച്ച് അറിവുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഫോർഗീവ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ശരിയാക്കണമെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് പോലും ക്ഷമിക്കേണ്ടി വരും. ക്ഷമിച്ചാലേ നമ്മൾക്ക് പുതിയ മെസ്സേജുകൾ പോവുള്ളൂ. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയല്ല, നമ്മളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് മോഡിൽ ഹാപ്പി ആയിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് ആ സന്തോഷം മൂഡിൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഭാവിയിൽ വരുന്ന നല്ല കാര്യങ്ങൾ ഓർത്ത് സന്തോഷത്തോടെ ആ ഒരു മൂഡിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും.